നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ബോംബെയിലെത്തി. അതാ ഇപ്പം എത്തിയുള്ളൂ. ബോംബെയിൽ നമ്മൾ വിചാരിച്ച പോലെയല്ല, ഭയങ്കര ഡെവലപ്മെൻറ്റാണ്. അല്ല, അവരെ കണ്ടില്ല. പരിചയമുള്ള ഏതെങ്കിലും മലയാളികളെ കാണുമോ നോക്കട്ടെ. സെർച്ച് ചെയ്യണം. അങ്ങനെ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഓ ശരി ശരി, ഓക്കെ. എന്റെ ക്യാഷ്, എന്റെ ബാഗ്. എന്റെ ബാഗ് എന്താ ഭായി? എന്റെ ബാഗും കൊണ്ട് അവർ പോയില്ലേ? ഇത് ഇവിടെ സ്ഥിര. എന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ അതില. എന്തായാലും ഭായി നടക്ക്, വാ. നാട്ടില് കിതറ ഭായിയുടെ വീട്? ഞാൻ ചാവക്കാട്. ഇവിടെ എൻ്റെ ഒരു സുഹൃത്തിനെ തെരഞ്ഞു വന്നതാണ്. എന്നിട്ട് സുഹൃത്തിനെ കണ്ടോ? ഇല്ല. എൻ്റെ ബാഗ് ഇട്ട നല്ല മാർഗമുണ്ടോ? അതിലെൻ്റെ പൈസയും അവൻ്റെ ഫോട്ടോയും എൻ്റെ മൊബൈലൊക്കെ ഉള്ളത്. അത് കിട്ടാണ്ട് എൻ്റെ വരവിൻ്റെ ഉദ്ദേശം നടക്കില്ല. അതിനി നോക്കണ്ട ഭായി, അത് പോയി. എന്തായാലും ഭായി നടക്കും, നമുക്ക് പോവാം. എൻ്റെ ബാഗ് കിട്ടാൻ ഒരു വഴിയില്ലേ? നമുക്കെന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. എന്താ ഭായി, ഭക്ഷണം ഇഷ്ടപ്പെട്ടോ? ആ, വളരെ നന്ദിയുണ്ട്. ഇനി എൻ്റെ സുഹൃത്തിനെ കണ്ടുപിടിക്കാൻ കൂടി നിങ്ങളൊന്ന് സഹായിക്കണം. സുഹൃത്ത് എവിടെയെന്നറിയോ? അറിയില്ല. മുംബൈയിൽ എവിടെയെന്നറിയില്ല. ഇവിടെ ഉണ്ട് ആള്. എവിടെയെന്ന് അറിയില്ല. എന്താണ് ആ സുഹൃത്ത് നാട് വിട്ടു വരാനുള്ള കാരണം? അവന് നാട്ടിൽ പ്രണയണ്ടായിരുന്നു. അയലത്തെ വീട്ടിൽ. അവൻ്റെ ഉപ്പാക്ക് അറിയായിരുന്നു. സമ്മതമായിരുന്നു. കാരണം നല്ല കുട്ടിയായിരുന്നത്. അവരെ പ്രണയത്തെക്കുറിച്ച് അവൻ പാട്ടൊക്കെ എഴുതായിരുന്നു. ആ, ഞാൻ പറഞ്ഞില്ലല്ലോ, അവൻ നല്ല പാട്ടെഴുത്തുകാരനായിരുന്നു. പാടുകയും ചെയ്യും. കുറച്ച് വൈകിട്ടാണ് അവളുടെ വീട്ടുകാർ ഈ പ്രേമത്തെക്കുറിച്ച് അറിഞ്ഞത്. പിന്നെ ആ ബന്ധം അവിടെ തകർന്നു. കാരണം ലേശം ഹൈ പാർട്ടിയാണേ. അവർ പെട്ടെന്ന് തന്നെ അമ്മായിയുടെ മോനെ കൊണ്ട് അവളെങ്ങോട്ട് കെട്ടിച്ചു. അതവനെ വല്ലാതെ തകർത്തു. അങ്ങനെ ഒരു ദിവസം പോന്നതാ. വരുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നതാ. പക്ഷേ അതിത്ര വലിയൊരു പോരലാന്നറിഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ വീട്ടിൽ ഉപ്പ മാത്രമേ ഉള്ളൂ. അതിനാണെങ്കിൽ തീരെ വയ്യ. എന്തായാലും അവനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. अरे भाई ज़्यादा नहीं पियो, सिगरेट दे दो। ऐसा खर्चा नहीं कर रहे साला, सिगरेट ही नहीं दे। अरे छोटू, हाँ। पूरा खाली किया तुम? मैं खाली नहीं किया, वो किया है। ये कौन है भाई? ये केरला वाला है। हाँ, केरला वाला। केरला मुंबई में कब पहुंच गया? उसी वक्त इसका सामान पूरा चोर लो लगी किया। अच्छा अच्छा। अरे भाई तुम मुंबई में पहला बार आ रहे हैं? ആ അതെ. भाई इधर बैठो. आधा इधर रखा है, मैं नहीं है। भाई കഴിക്കോ? ഞാൻ കഴിക്കില്ല. ഒരു പെഗ് എനിക്ക് വേണ്ട. एक पेग पियो यार. എനിക്ക് വേണ്ട. ठीक है. ഭായി ഒരു കാര്യം ചെയ്യും, നാട്ടിലാർക്കെങ്കിലും വിളിച്ചിട്ട് ആ സുഹൃത്തിന്റെ ഫോട്ടോ സെൻഡ് ചെയ്യാൻ പറയും. ദാ ഇവന്റെ മൊബൈലിൽ നെറ്റ് ഉണ്ട്, അവന്റെ നമ്പർ കൊടുത്ത് അതിലേക്ക് അയക്കാൻ പറയും. അരെ ചോട്ടു, तेरा मोबाइल इसको दे दो. ले लो जी छोटू, दे देना. पतला हाँ। सिगरेट है क्या? क्या पूरा पी.
इसको पूरे दे दिया तुम। पिया है, ये पियो। बहुत पिया है यार। बहुत पिया। ഹലോ ആ ഫോട്ടോ ഒന്ന് അർജൻറ്റായിട്ട് അയക്കണം ഈ മെയിൽ ഐ ഡിയിലേക്ക് പെട്ടെന്ന് വേണം. എൻ്റെ അടുത്ത് ഫോട്ടോ മിസ്സായിരിക്കുക. ഞാനിവിടെ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഒരുത്തൻ വന്ന് എൻ്റെ ബാഗ് പിടിച്ചുവെച്ചുകൊണ്ട് പോയി. മൊബൈലും പേഴ്സും അതിലായിരുന്നു. അവിടെ വെച്ച ഒരാളെ പരിചയപ്പെട്ടു, മലയാളിയാ. ആ അയാളുടെ സുഹൃത്തിൽ ബംഗാളിയുടെ ഫോണെന്നപ്പോൾ ഞാൻ വിളിക്കണേ. നീ അതിന് ഫോട്ടോ ഇങ്ങോട്ട് അയക്കി. അവനെ കണ്ടുപിടിക്കാൻ എൻ്റെ അടുത്ത് വേറെ ഒരു പ്രൂഫും ഇല്ല. ആ പെട്ടെന്ന് വേണം. താങ്ക് യു. मोबाइल ले लो। ये मेरा मोबाइल है। बिल्ली ये खाओ नहीं तो पियो. എന്താ അവിടെ? ആരാ മുകളില്? എന്താ ശബ്ദം? അതോ മുകളിലൊരു ഭ്രാന്തുണ്ട്. പൂച്ചകളെ, നായകളെ, എലികളുടെ ഒക്കെ ദോസ്ത്. ऐसा है। वो छोड़ो यार, वो बड़ा पागल है, हर दिन ऐसा है। ऐसा है। ये गाली करो। ഭായി പറഞ്ഞില്ലേ തൻ്റെ സുഹൃത്തിൻ്റെ അയലത്തെ വീട്ടിലെ പ്രണയത്തെക്കുറിച്ച്? അതുപോലൊരു പ്രണയം എനിക്കുണ്ടായിരുന്നു. അയലത്തെ വീട്ടിലെ പ്രണയം. मैं मेरा सब कुछ दे दिया उसको, लेकिन मेरा प्यार छोड़ के सब कुछ छोड़ के चला गया. അതും മറ്റൊരുത്തൻ്റെ ഭാര്യയായി വേറൊരു കൂട്ടിലേക്ക്. തൻ്റെ സുഹൃത്ത് എഴുതിയില്ലേ ഒരു പാട്ട്, അയലത്തെ വീട്ടിലെ പ്രണയത്തെക്കുറിച്ച്? അതുപോലെ തന്നെയാണോ എൻ്റെ പ്രണയവും. എനിക്ക് ഓർമ്മ വരിക എൻ്റെ ആ പ്രണയകാലം, അയലത്തെ വീട്ടിലെ പ്രണയകാലം. അയലത്തെ വീട്ടിലെ പെണ്ണിനെ സ്നേഹിച്ചതു തെറ്റ്, അവളെന്നെ മോഹിപ്പിച്ചത് ഇന്നും ഒരു നേര്. അവളേകിയ പ്രണയം എന്നിൽ തന്നതു കണ്ണീര്, അതു വീണു നനഞ്ഞൊരു പാടം നിറയെ തെളിനീര്. എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്? നഷ്ടപ്പെട്ട പ്രണയത്തിൻ്റെ പ്രാണവേദന വരികളായി കോർത്തെടുക്കാൻ ഒരു എളിയ ശ്രമം. നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പൊ തോന്നുക വേണ്ടായിരുന്നു എന്ന്. ഒന്നുമില്ലെങ്കിലും അവളെൻ്റെ അടുത്ത വീട്ടിലെ പെണ്ണായിരുന്നില്ലേ. പോട്ടടാ, എല്ലാം ദൈവനിശ്ചയം, അവൻ നൽകുന്ന വിധി. എന്തായാലും നീ ആ വരിയൊന്ന് മൂള്. അയലത്തെ വീട്ടിലെ പെണ്ണിനെ സ്നേഹിച്ചതു തെറ്റ്, അവളെന്നെ മോഹിപ്പിച്ചത് ഇന്നും ഒരു നേര്. നീ എവിടേക്കടാ? കഴിയണില്ലടാ. മറക്കാൻ ശ്രമിക്കും തോറും ഓർമ്മകൾ ഏറി വരിക. സകല മുക്കിലും മൂലയിലും അവളുടെ സാന്നിധ്യം. അതുകൊണ്ട് പോവുക, ചെറിയൊരു മാറ്റം. ഉപ്പയെ നീ പറഞ്ഞു മനസ്സിലാക്കണം. പോട്ടെ. अरे भाई, तुम्हारा दोस्तों का तस्वीर आ गया ये।
दे दो देखो मुझे दे दो दिखाओ ये वही है ना वो ऊपर वाला है देखो ഇതവനല്ലേ वही है वही है മുകളിലെ ആ ഭ്രാന്തൻ वही ഇതവനാണ്. है जी वही വാ है വാ വാ നിക്ക് എനിക്ക് जा, जल्दी जल्दी जाओ जी നടക്കേ പെട്ടെന്ന് നടക്കേ आ रहे जी आ रहे मैं भी आ रहा है आप जाओ पहले जाओ मैं भी आ रहा है मैं भी आ रहा है जल्दी आओ भाई इधर है സലാമേ എന്തിന് നീ ഇവിടെ വന്നു? ഇരുളടഞ്ഞ എൻ്റെ ജീവിതത്തിൽ പഴയ ഓർമ്മകൾ ബാക്കി എന്തിനെൻ്റെ ലോകത്തേക്ക് വന്നു? സലാമേ, നിന്റെ ഓർമ്മകളെ വ്രണപ്പെടുത്താനല്ല ഞാൻ വന്നത്. തീവ്രമായ പ്രണയത്തിനപ്പുറം രക്തബന്ധത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷിയുണ്ട് അവിടെ. നിന്റെ വീട്ടിൽ നിന്റെ ഉപ്പ. അദ്ദേഹത്തിന് വേണ്ടിയെങ്കിലും നീ വരണം. മരിക്കുന്നതിന് മുമ്പ് നിന്നെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി നീ വരണം, മടങ്ങി വരണം. സലാം. ഉപ്പ, എൻ്റെ മോൻ.